മോട്ടറോളയുടെ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ. അതുപോലെ തന്നെ നത്തിങ്ങിന്റെ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് നത്തിങ് ഫോൺ 2A. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനും അതുപോലെ തന്നെ നത്തിങ് ഫോൺ 2Aയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നത്തിങ് ഫോൺ 2Aയിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. മോട്ടറോളയിൽ POLED ഡിസ്പ്ലേയും നത്തിങ്ങിൽ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും എടുത്തു പറയേണ്ട ഒരു ഡിഫറൻസ് വരുന്ന ഒരു കാര്യം, മോട്ടറോളയിൽ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്, എന്നാൽ നത്തിങ്ങിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ വേണം എന്നുണ്ടെങ്കിൽ മോട്ടറോള സെലക്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നത്തിങ്ങും സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. മോട്ടറോളയിൽ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നത്തിങ്ങിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ മോട്ടറോളയിൽ വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. നത്തിങ്ങിൽ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റും മോട്ടറോളയിലാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. മോട്ടറോളയിൽ 720 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നത്തിങ്ങിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഫീച്ചർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് നത്തിങ്ങിലാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ നത്തിങ്ങിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. നത്തിങ്ങിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 നിറ്റ്സ് ആണ്. അപ്പം നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മോട്ടറോളയിൽ ലഭിക്കുന്നതായിരിക്കും. രണ്ട് ഫോണിന്റെയും ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മോട്ടറോളയിൽ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. നത്തിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേർവ്ഡ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ മോട്ടറോള നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നത്തിങ്ങും നോക്കാവുന്നതാണ്. രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. മോട്ടറോളയുടെ വെയിറ്റ് വരുന്നത് 175 ഗ്രാമാണ്. നത്തിങ്ങിന്റെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് മോട്ടറോളയിലാണ്. സെയിം ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് പോലും വെയിറ്റ് കുറവാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മോട്ടറോളയുടെ തിക്നെസ് വരുന്നത് 7.8 mm ആണ്. നത്തിങ്ങിന്റെ തിക്നെസ് വരുന്നത് 8.55 mm ആണ്. അപ്പോൾ തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവ് മോട്ടറോളയിലാണ്. പിന്നെ മോട്ടറോളയിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നത്തിങ്ങിൽ IP54 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് മോട്ടറോളയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിലും മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ നത്തിങ്ങിൽ ഫോണിന്റെ ബാക്കിൽ ക്ലിഫ് ഇന്റർഫേസ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോണിന്റെ ബാക്കിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ലൈറ്റൊക്കെ ഫോണിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുപോലുള്ള ഒരു ഡിസൈൻ അല്ല മോട്ടറോളയിൽ വരുന്നത്. സാധാരണ ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ഡിസൈനാണ് മോട്ടറോളയിൽ വരുന്നത്. ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ ഇതിലേത് ഡിസൈനാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ മോട്ടറോളയിൽ വീഗൻ ലെതർ ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനും പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. നത്തിങ്ങിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസർ വരുന്നുണ്ട്. നത്തിങ്ങിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7200 Pro എന്നുള്ള പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസർ ഏതാണെന്ന് വെച്ചാൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7200 Pro എന്ന പ്രോസസർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ നത്തിങ് ആയിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോട്ടറോളയിൽ 12 5G ബാൻഡ്സും നത്തിങ്ങിൽ 13 5G ബാൻഡ്സും വരുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 12GB റാമും 256GB ഇന്റേണലും വരുന്നുണ്ട്. നത്തിങ്ങിൽ ഇത് കൂടാതെ 8GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വെർഷൻ മോട്ടറോളയിൽ വരുന്നില്ല. രണ്ട് ഫോണുകളിലും LPDDR4Xന്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളിലും NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇതിൽ മോട്ടറോളയിൽ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള HelloU സോഫ്റ്റ്വെയർ ആണ് മോട്ടറോളയിൽ വരുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള നത്തിങ് OS സോഫ്റ്റ്വെയർ ആണ് നത്തിങ്ങിൽ വരുന്നത്. രണ്ട് ഫോണുകളിലും 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിങ്ങളതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മോട്ടറോളയിൽ 50 മെഗാപിക്സലിന്റെ സോണി LYT700Cയുടെ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നത്തിങ്ങിലും 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് ISOCELL GN9 സെൻസറാണ്. ഇതിലും OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. മോട്ടറോളയിൽ 13 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. എന്നാൽ നത്തിങ്ങിൽ
50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നത്തിങ്ങിൽ കുറച്ചും കൂടി സാച്ചുറേഷൻ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. മോട്ടറോളയിൽ കുറച്ചും കൂടിയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മോട്ടറോളയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പം ബാക്ക് ക്യാമറയിൽ ഫോട്ടോസിന് കുറച്ചും കൂടിയൊക്കെ ബെറ്റർ മോട്ടറോള ആയിരിക്കും. പക്ഷേ വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നത്തിങ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. വീഡിയോഗ്രാഫിക്ക് കുറച്ചും കൂടി ബെറ്റർ നത്തിങ് ആയിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ മോട്ടറോള ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ക്യാമറയുടെ കാര്യം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ മോട്ടറോള ആയിരിക്കും. വീഡിയോ റെക്കോർഡിങ്ങിന് കുറച്ചും കൂടി ബെറ്റർ നത്തിങ് ആയിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയിൽ 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. നത്തിങ്ങിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് മോട്ടറോളയിൽ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല മോട്ടറോളയിൽ ഫോണിന്റെ ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. നത്തിങ്ങിൽ ഫോണിന്റെ ബോക്സിൽ ചാർജർ കൊടുത്തിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. 2 ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 8 GB റാം 128 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ വെർഷന്റെ മോട്ടറോളയുടെ വില വരുന്നത് 22,999 രൂപയാണ്. നത്തിങ്ങിന്റെ ഈ വെർഷന്റെ വില വരുന്നത് 23,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിന്റെ കാര്യം നോക്കുമ്പോൾ മോട്ടറോളയ്ക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറവ്. അതുപോലെ തന്നെ 2 ഫോണുകളിലും 12 GB റാം 256 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ ഒരു വെർഷന്റെ മോട്ടറോളയുടെ വില വരുന്നത് 24,999 രൂപയാണ്. നത്തിങ്ങിന്റെ ഈ വെർഷന്റെ വില വരുന്നത് 27,999 രൂപയാണ്. പിന്നെ നത്തിങ്ങിന്റെ 8 GB റാം 256 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 25,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ നമുക്ക് കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും ടച്ച് സാമ്പിളിംഗ് റേറ്റും അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്. IP68 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോസിന്റെ കാര്യത്തിൽ ബാക്ക് ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയും കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ ബോക്സിൽ തന്നെ ചാർജറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം വെർഷൻസിന്റെ കാര്യത്തിൽ വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്നും കുറവാണ്. നത്തിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഗ്ലിഫ് ഇന്റർഫേസ് എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അതായത് ഫോണിന്റെ ബാക്കിൽ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ 2 ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ 2 ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.